പ്രിയപ്പെട്ട കുട്ടികൾ, നിങ്ങൾ അഗ്രികൾച്ചറിന്റെ ഓൺലൈൻ ക്ലാസ്സുകൾ ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. ഇപ്പോൾ ACHMന്റെ മൂന്നാമത്തെ മൊഡ്യൂളിലെ മൂന്നാമത്തെ യൂണിറ്റാണ് നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മൂന്നാമത്തെ യൂണിറ്റിന്റെ പേരാണ് അഗ്രോ ബയോ ഫാർമസി. പല രീതിയിലുള്ള കൃഷിക്ക് ഉപയോഗിക്കുന്ന നമ്മൾ ഉപയോഗിക്കുന്ന മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന പല വസ്തുക്കളെ കുറിച്ചാണ് നിങ്ങൾ പഠിക്കുന്നത്. അതിൽ ബയോളജിക്കൽ കൺട്രോൾ ഏജൻറ്റ്സ് അല്ലെങ്കിൽ ബയോ കൺട്രോൾ എന്ന വിഭാഗത്താണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത്. ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനുള്ള ജീവികളെ കൊണ്ടുള്ള കീടനിയന്ത്രണം അല്ലെങ്കിൽ രോഗനിയന്ത്രണമാണ് ബയോളജിക്കൽ കൺട്രോൾ. ബയോളജിക്കൽ കൺട്രോൾ ഏജൻറ്റ്സ് 3 രീതിയിലുണ്ട് എന്ന് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഒന്നാമത്തത് പ്രിഡേറ്റേഴ്സ്, രണ്ടാമത്തത് പാരസൈറ്റ്സ്, മൂന്നാമത്തത് പത്തോജൻസ് അല്ലെങ്കിൽ ഡിസീസ് കോസിംഗ് ഓർഗാനിസംസ്. ഈ പത്തോജൻസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. പത്തോജൻസ് ഏതൊക്കെയാണ്? ബാക്ടീരിയ, ഫംഗസ്, വൈറസ്. സാധാരണ രീതിയിൽ ഈ പത്തോജൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ശല്യമുണ്ടാക്കുന്ന ജീവികളാണല്ലേ. എന്നാൽ ഈ പത്തോജൻസിനെ എങ്ങനെ അഗ്രികൾച്ചറിലെ കീടരോഗ നിയന്ത്രണങ്ങൾക്ക് ഉപയോഗിക്കാം എന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. പത്തോജൻസ് ഞാൻ പറഞ്ഞു, അഗ്രികൾച്ചറിലെ കീടനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്നുണ്ട്, രോഗനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. രോഗനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന പത്തോജൻസിനെയാണ് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത്. രോഗനിയന്ത്രണത്തിന് ഉപയോഗിക്കുന്ന പത്തോജൻസിന് നമ്മൾ അന്റഗോണിസ്റ്റിക് ഓർഗാനിസംസ് എന്ന് പറയും. എന്താണ് അന്റഗോണിസ്റ്റിക് എന്ന വാക്കിന്റെ അർത്ഥം? അന്റഗോണിസ്റ്റിക് എന്ന വാക്കിന്റെ അർത്ഥം എതിരായിട്ട് പ്രവർത്തിക്കാനാണ്. എതിരായിട്ട് പ്രവർത്തിക്കാം. എന്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു? രോഗമുണ്ടാക്കുന്ന പത്തോജൻസിന് എതിരായി പ്രവർത്തിക്കുന്ന വേറൊരു ഗ്രൂപ്പ് പത്തോജൻസ് ആണ് അന്റഗോണിസ്റ്റിക് ഓർഗാനിസംസ്. അതായത് രണ്ടും പത്തോജൻസ് ആണ്. ഇവിടെ നമ്മൾ കുമിൾ, ഒരു ഫംഗസിനെതിരെ നമ്മൾ ഉപയോഗിക്കുന്നത് വേറൊരു ഫംഗസ് ആണ്. കുമിളിനെതിരെ ഉപയോഗിക്കുന്നത് വേറൊരു കുമിളാണ്. ഒരു ബാക്ടീരിയക്കെതിരെ നമ്മൾ ഉപയോഗിക്കുന്നത് വേറൊരു ബാക്ടീരിയയാണ്. അല്ലെങ്കിൽ ചില ബാക്ടീരിയക്കെതിരെ നമ്മൾ ഉപയോഗിക്കുന്നത് വേറൊരു ഫംഗസ് ആണ്. അങ്ങനെ ഒരു പത്തോജനെതിരെ വേറൊരു പത്തോജനെ ഉപയോഗിക്കുന്നതാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? അന്റഗോണിസ്റ്റിക് മൈക്രോ ഓർഗാനിസംസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ അന്റഗോണിസ്റ്റിക് മൈക്രോ ഓർഗാനിസംസ് 4 ഗ്രൂപ്പ് നമ്മൾ പഠിക്കുന്നുണ്ട്. ആദ്യത്തെ 2 ഗ്രൂപ്പുകളും നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നില്ല. 3ഉം 4ഉം ഗ്രൂപ്പാണ് ഏറ്റവും കൂടുതലായിട്ട് ഇന്ന് കാർഷിക മേഖലയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആദ്യത്തെ 2 ഗ്രൂപ്പുകളെ പഠിക്കാം. അന്റഗോണിസ്റ്റിക് മൈക്രോ ഓർഗാനിസംസ് 4 ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ഗ്രൂപ്പാണ് AMF. നിങ്ങൾ സ്ലൈഡ് ശ്രദ്ധിക്കുക. AMF എന്താണ്? AMFന്റെ ഗ്രൂപ്പം ആർബസ്കുലർ മൈക്കോറൈസൽ ഫംഗി. ആർബസ്കുലർ മൈക്കോറൈസൽ ഫംഗി, പേര് സൂചിപ്പിക്കുന്ന പോലെ ഇത് ഫംഗസ് ആണ്. എന്താണ് മൈക്കോറൈസ എന്ന വാക്കിന്റെ അർത്ഥം? മൈക്കോ എന്നാൽ ഫംഗസ് എന്നും റൈസ എന്നാൽ റൂട്ട് എന്നാണ് അർത്ഥം. അതായത് ചെടികളുടെ വേരുമായി ബന്ധപ്പെട്ട് കാണുന്ന ഫംഗസിനെയാണ് നമ്മൾ മൈക്കോറൈസ എന്ന് പറയുന്നത്. ഇവിടെ ഈ AMF എന്ന ബാക്ടീരിയ ചെറിയ രൂപത്തിനോടാണ് നമ്മൾ ആർബസ്ക്യൂൾ എന്ന വാക്ക് വരുന്നത്. അപ്പോൾ ആർബസ്കുലർ മൈക്കോറൈസൽ ഫംഗസ്, ഇതാണ് ആദ്യത്തെ ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പാണ് PGPR, പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോ ബാക്ടീരിയ. ഇവിടെയും എന്തുണ്ട്? പേരിൽ തന്നെ അത് ബാക്ടീരിയ ആണെന്ന് പറയുന്നുണ്ട്. പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് റൈസോ ബാക്ടീരിയ. റൈസോ എന്ന് പറഞ്ഞാൽ റൂട്ട്. അപ്പോൾ ചെടികളുടെ വേരുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ബാക്ടീരിയയാണ് ഈ ഗ്രൂപ്പ്. അതും പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് എന്ന വാക്ക് മുന്നിലുണ്ട്. അതിനർത്ഥം എന്താണ്? ചെടികളുടെ വളർച്ചയെ സഹായിക്കുന്ന കൂടിയുണ്ട്. ഇനി നിങ്ങളോടൊരു കാര്യം കൂടി പറയാം. ഈ നമ്മൾ പഠിക്കുന്ന അന്റഗോണിസ്റ്റിക് ഓർഗാനിസംസ് അവ രോഗനിയന്ത്രണത്തിന് വേണ്ടി മാത്രമല്ല വേറെ ഒരു കാര്യത്തിനും കൂടി ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ പല രീതിയിൽ പല ഏരിയയിൽ നിങ്ങൾ പഠിച്ച ബയോ ഫെർട്ടിലൈസർ എന്ന ഗ്രൂപ്പിലും കൂടി ഇവ പെടുന്നുണ്ട്. ഇവയെല്ലാം ഒരേ സമയം ബയോ ഫെർട്ടിലൈസറുമാണ്, ബയോ കൺട്രോൾ ഏജന്റുമാണ്. അതായത് ഇവയ്ക്ക് ചെടികൾക്ക് വേണ്ട വളങ്ങൾ, സൂക്ഷ്മ മൂലകങ്ങൾ ചെടിക്ക് കൊടുക്കാൻ കഴിയും. എന്നാൽ അതേസമയം ചെടികളുടെ വരുന്ന രോഗങ്ങളെയും കീടങ്ങളെയും നിയന്ത്രിക്കാനും കഴിയും. അപ്പൊ ഇവയ്ക്ക് ബയോ കൺട്രോൾ ആക്ടിവിറ്റിയും ഉണ്ട്,
ബയോ ഫെർട്ടിലൈസർ ആക്ടിവിറ്റി ഉണ്ട്. അതാണ് ഇവിടുന്ന് മനസ്സിലാവുന്നത് പ്ലാന്റ് ഗ്രോത്ത് പ്രൊമോട്ടിംഗ് എന്നുള്ള വാക്കാണ്. അത് AMF-നും ഉണ്ട്, PGPR-നും ഉണ്ട്. അടുത്ത ഗ്രൂപ്പാണ് ട്രൈക്കോഡെർമ. ട്രൈക്കോഡെർമയും ഇതേപോലെ തന്നെയുള്ള ഒരു അന്റഗോണിസ്റ്റിക് ഫംഗയാണ്. ഫംഗസ് ആണ്. ട്രൈക്കോഡെർമയും ഇതുപോലെ ചെടികളുടെ വേരായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്നു. ഇവയും ചെടികൾക്ക് ഉണ്ടാക്കുന്ന രോഗമുണ്ടാക്കുന്ന പതോജൻസിനെ നശിപ്പിക്കുകയോ അല്ലെങ്കിൽ നിയന്ത്രിക്കുകയോ ചെയ്യും. അടുത്ത ഗ്രൂപ്പാണ് ഫ്ലൂറസൻസ് സ്യൂഡോമോണാസ് അല്ലെങ്കിൽ സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് നമുക്ക് പറയാം. ഇതേ ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയയാണ്. ഈ ബാക്ടീരിയ ഇതുപോലെ ഫംഗസിനെതിരെയും ബാക്ടീരിയക്കെതിരെയും ഉപയോഗിക്കുന്നു. ഇനി എന്താണ് ഇവയുടെ ഈ AMF-ന്റെയും PGPR-ന്റെയും അതുപോലെ ട്രൈക്കോഡെർമയുടെയും പിന്നെ നമ്മുടെ പറഞ്ഞ സ്യൂഡോമോണാസിന്റെയും ഈ അന്റഗോണിസ്റ്റിക് ആയിട്ടുള്ള ഓർഗാനിസംസിന്റെ ഫങ്ഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവയെല്ലാം എന്താണ്? ഒന്നാമത്തെ കാര്യം ദേ ആർ സിംബയോട്ടിക് പ്ലാന്റ്സ്. സിംബയോസിസ് ആണ് ഇവയുടെ ആയിട്ടാണ് ഇവ ജീവിക്കുന്നത്. ചെടിയുടെ വേരിലാണ് ജീവിക്കുന്നത്. വേരുമായിട്ട് ബന്ധപ്പെട്ട്, വേരുപടലമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നു. ഇവയ്ക്ക് താമസിക്കാനുള്ള സ്ഥലവും അവയ്ക്കുള്ള ഭക്ഷണവും, അതല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് വഴി ചെടി ഉണ്ടാക്കുന്ന ഭക്ഷണവും ആര് കൊടുക്കുന്നു? ചെടി കൊടുക്കുന്നു. പകരം തിരിച്ചെന്താണ് ഇവ കൊടുക്കുന്നത്? ചെടിക്ക് വേണ്ട സൂക്ഷ്മമൂലകങ്ങൾ കൊടുക്കുന്നു. അതോടൊപ്പം ചെടിയെ ആക്രമിക്കുന്ന പതോജൻസിനെ, രോഗമുണ്ടാക്കുന്ന ഫംഗസിനെയും ബാക്ടീരിയയെയും നിയന്ത്രിക്കുകയും ചെയ്യും. അപ്പോൾ ദീസ് ആർ സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസംസ്. ഇനി അടുത്തതാണ് ഇവിടെ വേറൊരു ഫംഗ്ഷൻ എന്താണ്? രണ്ടാമത്തെ ഫംഗ്ഷൻ എന്താണ്? ഇത് സ്റ്റിമുലേറ്റ് ഗ്രോത്ത്. സ്റ്റിമുലേഷൻ ഓഫ് ഗ്രോത്ത്, വളർച്ചയെ കൂട്ടുന്നു, ചെടികളുടെ വളർച്ചയെ കൂട്ടുന്നു. അതായത് ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ്, ജീവാണു വളങ്ങളാണ്. മൂന്നാമത്തതാണ് ദേ സപ്രസ് ഡിസീസ് കോസിംഗ് ഓർഗാനിസംസ് അല്ലെങ്കിൽ പതോജൻസ്. ദേ സപ്രസ് അല്ലെങ്കിൽ കൺട്രോൾ ഡിസീസ് കോസിംഗ് ഓർഗാനിസം അല്ലെങ്കിൽ ഡിസീസസ് അല്ലെങ്കിൽ പതോജൻസ്.